പറയാം. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. വിശക്കുന്നവന് വല്ലതും കൊടുത്താലേ വയറ് നിറയത്തുള്ളൂ. മട്ടൻ മന്തി തിന്നിട്ടിരിക്കുന്നവന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അവന് ഇത്തിരി ജെറുജെറു മാത്രം കൊടുത്താൽ മതി. അല്ലാഹു മന്ദിരം മാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാലാമത്തെ പ്രത്യേകത, നബിതങ്ങളുടെ 2 പെൺമക്കളെ നബിതങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ 2 മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല 2 മക്കളെ കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നബിതങ്ങള് ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. തന്റെ പൊന്നാര മകളെ അബൂജഹലിന്റെ മകനാ വിവാഹം കഴിച്ച റുഖിയായെ. അബൂജഹലിന്റെ മകനാണ് റുഖിയായെ വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനിന്റെ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ സഹിക്കാൻ പറ്റാതെ പൊന്നുമോളെ തല്ലി, ഭർത്താവ് ഭാര്യയെ തല്ലി. തന്റെ റുഖിയ എന്ന് പറയുന്ന മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി തങ്ങൾക്ക് സഹിച്ചില്ല. അത് വാപ്പയല്ലേ, സ്വന്തം മക്കളെ തല്ലിയാ സഹിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിച്ചില്ല തന്റെ റുഖിയായെ തല്ലുന്നത് കണ്ടപ്പോ. എന്തിന്റെ പേരിൽ? വാപ്പ മുസ്ലിമായതിന്റെ പേരിൽ, പ്രബോധനം നടത്തുന്നതിന്റെ പേരിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി എന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഇശാ കഴിഞ്ഞ് നേരെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശവും കടന്ന് അള്ളാന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അത് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലത് പറയുന്നത് അത് സ്വപ്നം കണ്ടതാണെന്നാ. അത് പോട്ടെ, അത് സ്വപ്നം കണ്ടതാണെന്നാ. ഉസ്മാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റുഖിയ എന്ന് പറയുന്ന മകളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നബിതങ്ങൾക്ക് സഹിച്ചില്ല. അബൂജഹലിന്റെ മകനോട് പറഞ്ഞു, നിന്നെ ഞാൻ സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുക, നീ സൂക്ഷിച്ചോളാൻ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്നെ ഞാനൊരു സിംഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാ. അബൂജഹല് പിന്നീട് തന്റെ മകനോട് പറയുമായിരുന്നു, മുഹമ്മദ് പറയുന്നത് മുഴുവനും സത്യവ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആൾക്കാരുടെ കൂടെ നടക്കാവുന്നു. ആ അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നതോ? അതാ മനസ്സിലാക്കണ്ടേ. മുഹമ്മദ് നബി പറയുന്നത് സത്യവ, അത് നടക്കുക തന്നെ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞെന്താ, നിന്നെ ഞാനൊരു സിംഹത്തിനെ ഏൽപ്പിച്ചൊന്നു. അപ്പൊ അവന് സിംഹം പിടിക്കൂന്നറിയാ. അതുകൊണ്ട് വാപ്പ മകനോട് പറയാ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആളെ കൊണ്ട് നടക്കാവുന്നു. റുഖിയ ബി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളെ വിവാഹം കഴിച്ചു. ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ മകള് മരണപ്പെട്ടപ്പോ 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. 2ാമത്തെ മകളും മരണപ്പെട്ടപ്പോ നബിതങ്ങൾ പറയാ, ഇനി ഒരു മകളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കണം, മരുമകൻ എന്നല്ലേ പറയാ. ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് എന്താ പറയാ? അമ്മായി പെണ്ണ്, അമ്മോച്ചൻ, ഇതിലാച്ചാട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, ഒരു വീട്ടിൽ നിന്ന് നിങ്ങളുടെ വൈഫിന്റെ വാപ്പ ഒരു പെണ്ണ് കെട്ടിച്ചു വന്നു. 2ാമത് ഒന്നിനെ കൂടെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ 100 വട്ടം ആലോചിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു മനുഷ്യൻ ഒരു മകളെ കെട്ടിച്ചു തന്നിട്ട് ആ മകള് മരണപ്പെട്ടിട്ട് 2ാമത്തെ മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ 101 വട്ടം ആലോചിക്കും. അത്രയും നല്ലവനെ കെട്ടിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് കെട്ടിച്ചു തരുമോ? നമ്മുടെ അമ്മായിപ്പോ 1ാമതേ പെട്ടു, അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യൻ 2ാമതൊന്ന് കെട്ടിച്ചു തരുമോ? നോ, ഒരവസരമില്ലടോ, കെട്ടിച്ചേരാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ സ്വഭാവം അത്ര നല്ലതാ. നബിതങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഈ 2 മകളും മരിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ ഒന്നിനെ കൂടെ ഞാൻ കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും? പെണ്ണ് വാഴൂല്ല, ഒന്ന് പോയി, അതിന്റെ പുറകെ 2ഉം പോയി, പിന്നെ എണ്ണ കിട്ടത്തില്ല, ഓന് പെണ്ണ കിട്ടത്തില്ല. അത്രയും ക്വാളിറ്റി ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്. അത്രയും ക്വാളിറ്റി. 2 പെൺമക്കളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രവാചകൻ, ആ ഉസ്മാൻ തങ്ങളിൽ കണ്ട ക്വാളിറ്റി എന്താ? അത്രത്തോളം ജീവിതമായിരുന്നു ഉസ്മാൻ തങ്ങൾ. വല്ലാത്ത ഭയം, വല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സ്വഭാവം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്ക്. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങള് കൊന്നുകളഞ്ഞത് ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞിരുന്നു, അത് നബിതങ്ങൾ പറഞ്ഞല്ലോ, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും, പക്ഷേ നീ സ്വർഗ്ഗത്തിൽ പോകും.
നബിതങ്ങൾ പറഞ്ഞു, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ഓർമ്മപ്പെടുത്തി, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്താ പ്രയാസം? എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്നു. ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങൾ ഇടഞ്ഞു കയറി. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉസ്മാൻ കുടുംബക്കാർക്ക് മുഴുവൻ അധികാരം കൊടുക്കുന്നത്, ഉസ്മാൻ കുടുംബക്കാരെ മുഴുവനും തള്ളിക്കയറ്റുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിത്നയും ഫസാദും ഉണ്ടാക്കി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, അന്യരാജ്യത്ത് നിന്നും മുനാഫിക്കുകൾ നാട്ടിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു. ഭരണം നടത്താൻ വിടൂല, വീടിന് പുറത്തിറങ്ങാൻ വിടൂല, നിസ്കരിക്കാൻ വിടൂല, പള്ളിയിൽ പോകാൻ വിടൂല, ഒരു കാര്യത്തിനും വിടാതെ വീട് വളഞ്ഞു വെച്ചു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം പഠിക്കുമ്പോ സങ്കടം വരുമടോ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു വെച്ചു. ആരും വീട്ടിലേക്ക് പോകാൻ വിടൂല, ഭക്ഷണം കൊണ്ടുവിടുക്കൂല, വെള്ളം വിടൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സമ്മതിക്കൂല. സ്വഹാബത്ത് മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഈ അധികാരം അങ്ങ് വിട്ടൂടെ, ഇത് കളഞ്ഞൂടെ? നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു, ഉസ്മാൻ ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. ചരിത്രം പഠിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോലും വിട്ടില്ലടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിട്ടില്ല. വീട് വളഞ്ഞിട്ടിരിക്കുന്നു, പട്ടിണിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി നോമ്പ് പിടിച്ചടോ. ഒരു ദിവസം രാവിലെ കഴിക്കാനൊന്നുമില്ല. ആരും, തന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വീടിന്റെ അകത്ത്. ഒരു ദിവസം രാവിലെ കഴിക്കാൻ ഒന്നുമില്ലാതെ പട്ടിണി നോമ്പ് പിടിച്ചു. വൈകുന്നേരം പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചു. രണ്ടാമത്തെ ദിവസവും ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് നോമ്പ് പിടിക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോ പച്ചവെള്ളമല്ലാതെ ഒന്നുമില്ലടോ. 2 ദിവസം അങ്ങനെ നോമ്പ്. ബുധനാഴ്ച, വ്യാഴാഴ്ച. എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി നോമ്പ, കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 3-ാമത്തെ ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു ഉസ്മാൻ തങ്ങൾ. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു പൈജാമ കൊണ്ടുവരാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു പൈജാമ വേണം, ഒരു പൈജാമ വേണം, പാന്റ് വേണമെന്ന്. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ധരിക്കാറില്ല. അന്ന് ആദ്യമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല പൈജാമ, പാന്റ് ധരിച്ചു. നല്ല മുറുക്ക കെട്ടി, നല്ലതുപോലെ ഒരുങ്ങി. എന്തിനെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. നായില എന്ന് പറയുന്ന ഭാര്യ ഇരുന്ന് കരയുകയാ. എന്തിനാ നായില നീ കരയുന്നത്? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെയുമില്ല വൈകിട്ടുമില്ല, പട്ടിണി നോമ്പാണ്. 3-ാമത്തെ ദിവസവും എന്തൊരവസ്ഥയാ അല്ലാഹ്. നായില ബീവിയോട് ഉസ്മാൻ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നായില, എന്റെ പ്രയാസമൊക്കെ മാറാൻ പോവുകയാണ് നായില. ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും, ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും. 3 ദിവസം പട്ടിണി നോമ്പാ, 3-ാമത്തെ ദിവസവും പട്ടിണി നോമ്പാ. അന്ന് വെളുപ്പാങ്കാലമായപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി കിടന്ന് തളർന്നു കിടക്കുമ്പോ നബി തങ്ങൾ ഉസ്മാൻ തങ്ങളുടെ വായിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. നബി തങ്ങൾ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. നബിതങ്ങൾ പറയുകയാ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. ആരാ നബിതങ്ങള്? അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള്, ഉസ്മാൻ തങ്ങള്. ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേര് ഒരുമിച്ചാ. അതിനർത്ഥം മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങൾ ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നതെന്നറിയോ? എന്തിനാ പൈജാമ ധരിച്ചതെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം, ഒരല്പനേരം കഴിഞ്ഞ വീടിന്റെ പുറത്തു നിൽക്കുന്ന ശത്രുക്കൾ വീടിന്റെ അകത്ത് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടി നുറുക്കുമെന്നറിയാ, ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്നറിയാ, അവര് തന്നെ മയ്യത്ത് വൃത്തികേടാക്കുമെന്നറിയാ. അതുകൊണ്ടും മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ, ആ
അവര് വളരെ ക്രൂരമായ രീതിയിൽ ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാ. നബി തങ്ങൾ വന്ന് പറഞ്ഞാട്ടാ പോയത്, ഉസ്മാനെ നോമ്പ് മുറിക്കുന്നത് എന്റെ കൂടെയാണ്, നീ എന്റെ കൂടെയാണ് നോമ്പ് മുറിക്കുന്നത്. നബി തങ്ങൾ വന്ന് വിരുന്ന് വിളിച്ചിട്ട് പോയതാ. ഉസ്മാൻ തങ്ങൾക്കറിയാ ഇവര് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളയുമെന്ന്. ആ കൊന്നു മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വേറെ എന്തെങ്കിലും വസ്ത്രമാണെങ്കിൽ ഔറത്ത് തുറന്നു കിടക്കുമല്ലോ, എല്ലാരും തന്റെ ഔറത്ത് കാണുമല്ലോ. അതുകൊണ്ട് കാണാതിരിക്കാനാ പൈജാമ ധരിക്കുന്നത്. പഠിക്കണേ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാര പായ്ക്കകത്തിരുന്നു നിസ്കരിച്ചിട്ടിരുന്ന് ഖുർആൻ ഓതുകയാണ്. തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി വാതിൽ തീയിട്ട് നശിപ്പിച്ചു. അവര് വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാടുകൊണ്ട് വെട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ കടന്ന് നിലവിളിക്കുകയാ. നായില എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ, ഒരു പെണ്ണാണല്ലോ നായില ബീബി കടന്ന് നിലവിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ മരണത്തിന്റെ വേളയിൽ വെട്ടുകൊണ്ടിട്ട് മരിക്കാ സമയമാകുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട് പറയുകയാ, ഞാനൊരു ഭർത്താവാ, നിങ്ങളും ഭർത്താക്കന്മാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടുകൊണ്ടിട്ട് ഇരിക്കുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. നിലവിളിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക്. എന്നെ ഇവര് കൊന്നുകളയുകയോ എന്തു ചെയ്യുകയോ എനിക്ക് പ്രശ്നമില്ല നായില. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? നായില, നിന്റെ തലയിലിട്ടിരിക്കുന്ന തുണി പുറകിലോട്ട് മാറിയിരിക്കുന്നു നായില. ഭാര്യ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകോട്ട് മാറി. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നായില, എന്നെ വിട്ടേക്ക് നായില, എന്നെ വിട്ടേക്ക് നായില. എനിക്ക് നിന്റെ കാര്യത്തിലാ പേടി നായില, മരിക്കുന്നതിലല്ല പേടി. ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് സങ്കടമില്ല. എനിക്ക് പേടി എന്തെന്നറിയോ? അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, നിന്റെ തലമുടി അന്യ പുരുഷന്മാര് കാണുന്നു നായില. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ പേടിയാനായില്ല, അള്ളാന്റെ അടുക്കൽ എനിക്ക് മറുപടി പറയാൻ പേടിയാനായില്ല. അതുകൊണ്ട് തലമറയ്ക്കാനായില്ല, ആ തലേ തുണിയൊന്ന് നേരെ ഇടനായില്ല. എപ്പോഴാ വാപ്പാ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമുടിയൊന്ന് പുറത്ത് കണ്ടപ്പോ അത് ഔറത്താണ് നായില. അല്ലാഹുവിനെ എനിക്ക് പേടിയാനായില്ല. നിന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എന്റെ കാര്യം വിട്ടിട്ട് ആ തലയിലിട്ടിരിക്കുന്ന തുണിയൊന്നു നേരെ ഇടനായില്ല. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശത്രുക്കള് വീടിന്റെ അകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ മക്കള്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ, തന്റെ രക്തം
രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ തിരയുകയാണ്. ആ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖുർആനിൽ ഇങ്ങനെ നോക്കുകയാണ്. എവിടെയാ അല്ലാഹ് എന്റെ രക്തം വീണത്? എവിടെയാ അല്ലാഹ് എന്നെ വെട്ടുകൊണ്ടിട്ട് എന്റെ രക്തം വീണത് എവിടെയാണ്? ആയത്ത് നോക്കിയടോ. എന്നിട്ട് ഓതുകയാണ് ആയത്താണ്. ആയത്തിന്റെ മുകളിലാണ് തന്റെ രക്തം വീണത്. ഉസ്മാൻ തങ്ങൾ ഓതിയടാ ചെറുപ്പക്കാരാ. പുഞ്ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 83ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ, മയ്യത്ത് പോലും പടച്ചവരെ ആരും കാണാതെ കൊണ്ടുപോയി കബറടക്കിയടാ ചെറുപ്പക്കാരാ. രാത്രിയിലാണ് ഉസ്മാൻ തങ്ങളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കിയത്. കാരണം ശത്രുക്കൾക്ക് അത്രയും ദേഷ്യമായിരുന്നു, അവര് നശിപ്പിച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് ജന്നത്തുൽ ബഖീയുടെ പുറത്താണ് കൊണ്ടുപോയി കബറടക്കിയത്. ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയത്. പിന്നെ എങ്ങനെയാ ഉസ്മാൻ തങ്ങളുടെ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് വന്നതെന്നറിയോ? പഠിക്കണം ചെറുപ്പക്കാരാ. ആ സ്വഹാബികളുടെ ചരിത്രം പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ലജ്ജ വേണം മുസ്ലിമേ, ലജ്ജ വേണം മുസ്ലിമേ. സദഖ കൊടുക്കാനുള്ള മനസ്സ് വേണം മുസ്ലിമേ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ മുസ്ലിമേ. തന്റെ കുടുംബ ജീവിതം നല്ലതാകണം. തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന മനുഷ്യനാകണം. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്.